ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നത്തെ ദിവസം രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേനും, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിക്ക് വരാം സമയം വൈകുകയും ചെയ്ത്. പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കേണ്ടി വന്ന്. കാരണം പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും, നാളെ എന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ റിച്ചുമോനെ പറഞ്ഞയച്ച് കുറച്ച് പൊറോട്ട കൊണ്ടിരിപ്പിച്ചിട്ടോ. അപ്പോൾ പൊറോട്ട കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളവിടെയൊക്കെ പൊറോട്ട വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിയും കിട്ടും. ഒരു എന്താ പറയുക, ബീഫ് കറിയൊന്നും ആവില്ല, ചെറിയൊരു ഉള്ളിക്കറിയൊക്കെ ആയിക്കാരും, ഉള്ളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ആയിക്കാരും. എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. നെയ്യ് ഉണ്ടാവും അത്യാവശ്യം, ആ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വീട് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടേനും, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടായിന് കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ ഇന്ന് നമ്മളെ മഞ്ജുമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മക്കളെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്യും, അല്ലാതെ വലിയ ആഘോഷം കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല. ഇപ്പോൾ മഞ്ജുമോള് ട്യൂഷൻ ക്ലാസ്സിൽ പോയിക്കണം. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ആരാ വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ. ഞങ്ങളിവിടെ എല്ലാ ആൾക്കാർക്ക് അറിയാം, അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, കരുളായി അമ്പലപ്പടി കാർലിക്കോട് റോഡിനാണ് കേട്ടോ ഉള്ള വീട്. അപ്പോൾ അങ്ങോട്ട് വന്നിക്കാണ് കേക്ക് വാങ്ങിക്കാൻ. അപ്പോൾ ഞാനൊരു ബോർഡ് കാണിച്ചു തന്നില്ലേ, അല്ലൂസ് എന്നാണ് കേട്ടോ അവളെ സംരംഭത്തിൻ്റെ പേര്. അവളെ പേര് ഷക്കീല എന്നാണ്. അപ്പോൾ കേക്ക്, അതേപോലെ തന്നെ പുഡിങ്, പിന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഈ നമ്മൾ ചെയ്യുന്ന പോലെ ബിരിയാണിയൊക്കെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി, മന്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാട്ടോ അവളെ വീട്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നതല്ലേ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അവളോട് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ കുട്ടികളുടെ ബർത്ത്ഡേ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളും വീട്ടിലുണ്ടാകുമ്പോൾ കേക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓളത്തുനിന്ന് ഓർഡർ ചെയ്തോട്ടോ, ഓൾക്കൊരു വരുമാനമാവും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവളെ വീടും അവളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അവൾക്ക് 5 മക്കളാട്ടോ, 5 ആൺകുട്ടികളാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ യൂട്യൂബ് കണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതാട്ടോ, അല്ലാതെ പുറത്ത് പോയി പഠിച്ചതൊന്നുമല്ല. പിന്നെ അവളെ കേക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേക്ക് വാങ്ങി കൊണ്ടുപോകണവർ പിന്നെയും വാങ്ങിക്കണത് നല്ലതായിട്ടല്ലേ. അവളെ വീടും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചതാണ്. നല്ല ഭംഗിയുള്ള വീടാണ്. കിച്ചണും അതേപോലെ തന്നെ കേട്ടോ, അടിപൊളിയാണ്. കിച്ചൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലത്തെ കിച്ചണാണ് അധികം നോക്കുക. അപ്പോൾ കിച്ചണൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒക്കെ നല്ല അടുക്കി പെറുക്കി വെച്ച് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അവള് ഇപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണോണ്ട് ഫ്രിഡ്ജൊക്കെ ഒന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. 2 ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അവളെ കിച്ചണിൽ. അപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ ടെൻഷനും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ സമയം കളയും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതേപോലെ ഇഷ്ടപ്പെട്ട വർക്ക് എന്താണെന്ന് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനവും ആവും, നമ്മളെ ജീവിതം തന്നെ പച്ച പിടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുക്കിങ്ങിനോട് അങ്ങനെ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓർക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു മേഖല തിരഞ്ഞെടുക്കുക. ഇവൾക്കിപ്പോൾ എൻ്റെ പോലെ കുക്കിങ്ങിനോടാണ് കേട്ടോ ഇഷ്ടം. എനിക്കും അങ്ങനെ കുക്കിങ്ങിനോടാണ് ഇഷ്ടം. അപ്പോൾ പുറത്തൊക്കെ ആരെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ ഓളെ കേക്ക് ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഓളെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേക്ക്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അതിനിട്ട് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിക്ക് അനുസരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി തരും. ഇത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതേപോലെ ചെയ്തു തരും. അപ്പോൾ കേക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നോട് തന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ, ഞാൻ ബിരിയാണിയൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ലേ, അപ്പോൾ കേക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കലില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അവൾ ഉണ്ടാക്കി തരും. അപ്പോൾ കേക്കൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യിപ്പിച്ചത് കേട്ടോ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കാണിക്കും, എന്നാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അങ്ങനെ കാണിച്ചതാണ്. നമ്മളെ അല്ലൂസ് കേക്കിംഗ് ആൻഡ് പുഡിങ് വളർന്ന് പന്തലിക്കട്ടെ. അതേപോലെ തന്നെ കേക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി, മന്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ
അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ്. കേക്കിൻ്റെ ആ ബോർഡും ഒരുപാട് സാധനങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ഓർഡറും ഉണ്ടാവലുണ്ട് കേട്ടോ അവൾക്ക്. പിന്നെ എങ്ങോട്ടോ പോവാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ വന്നതാണ്. അതുകൊണ്ടാണ് വേറെ ഫ്രിഡ്ജും കൂടിയൊക്കെ വാങ്ങിയിട്ടുള്ളത്. കുറച്ചധികം കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കും വേണ്ടേ. അങ്ങനെ ഓളിറ്റ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമുക്കുള്ള കേക്കൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീട്ടമ്മമാരെ വീട്ടിലിരുന്നാണ്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ അവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കതൊരു സന്തോഷമാണ്. അതേപോലെ തന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ ഇപ്പോൾ ഒരു വീട്ടിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ വെറും ഹസ്ബൻഡുമാർ കൊണ്ടുവരുന്നത് മാത്രം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കൊണ്ട് എന്ത് രീതിയിലാണോ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ ചെറിയൊരു വരുമാനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റിയാൽ അതിൻ്റെ അത്രക്ക് സന്തോഷം വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് പഠിക്കണ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ ഹോസ്റ്റൽ ഫീസായിട്ടും അവർക്ക് പഠിക്കാനുള്ള ഫീസായിട്ടും ഒരുപാട് പൈസക്ക് അത്യാവശ്യമുള്ള ടൈമാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ എൻ്റെ ചിഞ്ചുമോളൊക്കെ പഠിക്കണത് എനിക്കറിയാലോ. അപ്പോൾ അങ്ങനെ നമുക്കും കൂടി ചെറിയൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ പഠിപ്പിനോ ഓരെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാനൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകും ചെയ്യാം. ആരും മുന്നിലും നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യം. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേനെ എതിര് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അത് എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗം പോസിറ്റീവ് ആയിക്കാരം, ഒരു ഭാഗം നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നമ്മളെ കുടുംബത്തിനോട് ചോദിച്ചിട്ട് നമ്മളെ ഹസ്ബൻഡുമാരും നമ്മളെ വീട്ടുകാരൊക്കെ നമ്മളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചവനെ മാത്രം പേടിച്ചാൽ മതി. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ലല്ലോ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ അത് മാത്രം വിചാരിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുക. നെഗറ്റീവ് പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ. അപ്പോൾ എന്നെ തന്നെ എത്രയോ ആൾക്കാർ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനൊന്നും പൈസ കിട്ടൂല, വെറുതെ വീഡിയോ എടുത്താണ്ടോള് ആൾക്കാരെ കാണിക്കുകയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ആൾക്കാരെ മുന്നിൽ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതും ഒക്കെ. നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ 90K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നമ്മളങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി, ഇഷ്ടപ്പെടാത്തവർ കാണണ്ടാവും, സ്കിപ്പ് ചെയ്തോട്ടെ. അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ വേറെ എല്ലാ ആൾക്കാരെ കണ്ടൻറ്റ് പോയിട്ട് എടുത്ത് വീഡിയോ ചെയ്യുക ഒന്നുമല്ല. നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാ ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളൊരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ വീഡിയോ ഇടാന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാനും അതേപോലെ കമൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് യൂട്യൂബും തുടങ്ങാം. ഞാനിപ്പോൾ അവളോട് പറഞ്ഞു, നമ്മൾ കേക്ക് വാങ്ങാൻ പോയ ഷക്കീലയാണ് അവളെ പേര് കേട്ടോ. അവളോട് പറഞ്ഞു ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. കാരണം അവർക്ക് കേക്കും അതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ കിട്ടണതല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാവില്ല വേറെ ആൾക്കാർ ഉണ്ടാക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയല്ലേ. അപ്പോൾ ചിലർ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് അങ്ങനെ പോരും. നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മളൊരു ഫാമിലിയായി മാറും. എനിക്ക് അങ്ങനെ ഒരുപാട് ഫാമിലി പോലെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളെ ശകുന്തള ചേച്ചി ഉണ്ട്. ശകുന്തള ചേച്ചിയാണ് ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ ചാനലൊന്ന് സക്സസ് ആയ ആ ഒരു ടൈമിലാണ് ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നത്, ഒരു പാലപ്പച്ചട്ടി അയച്ചു തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എത്രങ്ങാനും പാത്രങ്ങളാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. നമുക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് എല്ലാ മാസവും പാത്രങ്ങൾ അയച്ചു തരലുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ അയച്ചു തരലുണ്ട്. കുറേ നമുക്ക് ഇതേപോലെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടലുണ്ട്. ഞാനും അതൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. നമുക്കങ്ങനെ വേറെ ചാനലിലൊക്കെ കാണുമ്പോൾ അങ്ങനെ കിട്ടാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും മനസ്സിൽ. പക്ഷേ നമുക്കത് കിട്ടുമല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മളാഗ്രഹം നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം സാധിക്കും. അതാണ് പറയാനുള്ളത് കേട്ടോ. എൻ്റെ മനസ്സിലുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ. നമുക്ക് ആഗ്രഹം നിൽക്കില്ലല്ലോ, വീണ്ടും വരികയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയുണ്ട് സാധിക്കാൻ. ഒക്കെ നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് ഒക്കെ സാധിച്ചിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലേനും ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴുകി വെച്ചിട്ടാണ് ഞാൻ പോയിനത്. അപ്പോൾ വന്നിട്ട് പിന്നെ വേഗം ചിക്കനിൽ മസാലയൊക്കെ തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്.
ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതേപോലെ നമ്മുടെ മഞ്ജുമോളെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് ചിക്കൻ കറി നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ച്. കുട്ടികൾക്ക് ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറാട്ടോ ഇവിടെ. ബിരിയാണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഇതാ ആ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തുട്ടോ. പിന്നെ അതിക്ക് തന്നെ കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആട്ടോ അത്. അപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാള നല്ലോണം വഴന്ന് വരാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ചിക്കൻ കറിക്ക് കുറച്ച് ചെറിയ ഉള്ളി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി അരച്ച് പേസ്റ്റാക്കി ചേർത്താലേ ആ ഒരു കറി നല്ല കട്ടിയുള്ള കറി ആയിക്കാരം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. കറിക്ക് കുറുകിയ കറിയായിട്ട് കിട്ടും. അപ്പോൾ സവാള ഉപ്പൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇനി കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നല്ലോണം മാറി വരട്ടെ. നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് വെന്ത് വരണം. അപ്പോഴാണ് കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ആവുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും അതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സവാളയൊക്കെ വഴറ്റിയെടുക്കും ചെയ്യുന്നത്. പിന്നെ ഇതാ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3-4 തക്കാളി എടുത്തിട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കുക. അപ്പം എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് തക്കാളി അധികം ചേർത്തു. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും തക്കാളി കുറച്ച് അധികം ചേർക്കലുണ്ട് കേട്ടോ. തക്കാളി അധികം ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറിക്ക് കുറച്ച് എന്താ പറയുക കട്ടി കിട്ടും, കുറച്ച് കുറുകിയ കറിയായിട്ട് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ തക്കാളിൻ്റെ ആ ഒരു മധുരവും പുളിയൊക്കെ കറിക്ക് നല്ല ടേസ്റ്റും കൊടുക്കും കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചും ചെയ്തിട്ടുണ്ടേന്. അപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിലില്ല ഇനി, അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി കുറച്ച് അധികമായിട്ട് ചേർത്തത്. പിന്നെ ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം അതിൻ്റെ നടുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിക്കാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും ചിക്കൻ മസാലയും ഒക്കെ കൂടെ ഒരു ബൗൾക്ക് എടുത്ത് വെച്ചതേന്. അങ്ങനെ അതുമായിട്ട് ഞാൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ പാത്രമാണ് കേട്ടോ. ഇതിൽ ഈ ചിക്കൻ കടായിയൊക്കെ വെക്കാൻ അടിപൊളിയാണ്. ഈ കറിക്ക് കടായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇത് കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തുമൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ നമ്മൾ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയെ ചെയ്തിട്ടുള്ളൂ. നല്ലോണം ഫ്രൈ ചെയ്തെടുത്താലേ ചിക്കൻ നല്ല ഹാർഡായിട്ടേക്കാരം. അപ്പോൾ നമുക്ക് ഹാർഡായിട്ടുള്ള ചിക്കനല്ല വേണ്ടത്, സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാട്ടോ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതല്ലേ, അപ്പം എളുപ്പത്തിൽ വെന്തോളും. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതേപോലെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ കുറേ ഇട്ട് കൊടുക്കും. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ചിക്കൻ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ ഈ ഒരു തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കൽ. തൈരും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ കറി വേറെ ലെവലിലേക്കാരം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ. ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. കുറച്ച് ചില്ലി സോസും സോയ സോസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തക്കാളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. ചിക്കൻ വെന്തതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക, പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർക്കുമ്പോൾ അടിപൊളി ചിക്കൻ കറി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ഇനി നമുക്ക് നമ്മളെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇപ്രാവശ്യം ടോപ്പ് കമൻറ്റിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റിൽ മറുവ സഫീന എന്നാട്ടോ പേര്, പിന്നെ റാബിനൌഷു 61 കമൻറ്റ്, പിന്നെ ജസീല KT 89 കമൻറ്റ്, പിന്നെ സജന സോലിഹ് അവർ 13 കമൻ്റ് ആട്ടോ. പിന്നെ നമ്മളെ ശകുന്തള ചേച്ചി ശകുന്തള ബാലൻ അത് 100 കമൻറ്റ് കേട്ടോ. ഇപ്രാവശ്യം 100 കമൻറ്റിൽ വന്നത് ശകുന്തള ബാലനും അതേപോലെ തന്നെ മറുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സഫീന എന്നുള്ള ID എന്നുമാണ് കേട്ടോ. അപ്പോൾ അവർ 2 പേരെയാണ് ഞാനിപ്പോൾ നറുക്കെടുക്കുന്നത്. അപ്പോൾ ഒരു 2 പേര് ഞാൻ ഇതുപോലെ ഒരു കടലാസിൽ പേര് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നറുക്കിട്ടിട്ട് ആരാണ് വിജയിന്ന് തിരഞ്ഞെടുക്കുക കേട്ടോ, ആരാ വിന്നർ എന്ന് നോക്കാം.
ഈ ടോപ്പ് കമൻറ്റിൽ വരാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോഴുള്ളൂ എന്താ ആ ഒരു കമൻറ്റ് ജെന്യുവൻ ആയിട്ടുള്ള കമൻറ്റ് ആകുക. അതേപോലെ വീഡിയോക്ക് ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ആരൊക്കെയാണ് അതേപോലെ 100 കമൻറ്റിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഞാനതാണ് നിങ്ങളെ മുന്നിൽ കാണിച്ച് തന്നിട്ടാണ് ഞാൻ നറുക്കെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടുന്ന രീതിയിലാവണം നമ്മളെ ഗിവ് അവേ നടക്കുന്നത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പം നമുക്ക് ഇതിനുള്ള ഒരു ഇതുള്ളൂ കേട്ടോ. എന്താ പറയുക, ഗിഫ്റ്റ് അങ്ങനെ കുറേ 2, 3, 4 ഒന്നും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇനി കുറച്ചൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് 1st, 2, 3 ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കണം. നിങ്ങളാണ് എൻ്റെ വിജയം. അപ്പം നിങ്ങളെന്തായാലും ഞാൻ കാണാതെ നിൽക്കില്ല. അതേപോലെ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. സാധാരണ വീട്ടമ്മമാർക്ക് ആഗ്രഹമുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗിവ് അവേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലാവും നമ്മളെ ഗിവ് അവേ നടക്കുക കേട്ടോ. അപ്പോൾ ഇവരെ 2 പേരെ പേരും എഴുതിയിട്ട് ഞാൻ മഞ്ജുമോളെ കൊണ്ട് നറുക്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ വിന്നറായിട്ട് വന്നിട്ടുള്ളത് സഫീനയാണ് കേട്ടോ. മറുവ എന്നുള്ള ID എന്നുള്ള സഫീന 234 എന്നാണ് ഈ ഐഡിൻ്റെ പേര്. അപ്പോൾ ഇതാരായാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൈമാറിയിട്ട് ഗിഫ്റ്റ് അയച്ചു തരുന്നുണ്ട് കേട്ടോ. വിന്നർക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാവും നമ്മളെ ഗിവ് അവേ നടക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. മഞ്ജുമോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ കൂടെ. വേറെ ഉണ്ട് കേട്ടോ 3-4 ആൾക്കാരും കൂടെ അവിടെ. അപ്പോൾ ഒരിക്കൽ വീഡിയോയിൽ വരാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 ആളെ ഒപ്പം നിന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഓർക്കും കൊടുത്തു കേക്കും കത്തിയൊക്കെ പൂരത കട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ അതേപോലെ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ അതിൻ്റെ മുന്നേ ഒന്നും അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കലൊന്നുമില്ല. ഫസ്റ്റത്തെ ബർത്ത്ഡേ ഒക്കെ കേക്കൊക്കെ മുറിച്ചും അതേപോലെ അന്നൊക്കെ ഇപ്പൊക്കെ വീട്ടിലുണ്ടായ ടൈമേനും എൻ്റെ ഉപ്പയൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ ഇപ്പം ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉപ്പയൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അങ്ങനെയൊക്കെ ഇനി. ഇപ്പോൾ പിന്നെ നമുക്ക് 3-4 കുട്ടികളായി. അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത്ഡേ ഒക്കെ കഴിക്കാൻ നിന്നാൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മളെ മഞ്ജുമോൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടേനി. ഇതൊക്കെ സർപ്രൈസ് ആട്ടോ, ഞാനും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഒന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞ് പുറത്ത് പോയിനി. ചാർജറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയാണ്ട് തറവാട്ടിൽ വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇത് അവിടെ നിന്ന് പോയി എടുത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴാട്ടോ ഞാനും ഇത് കാണുന്നത്. കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മളെ ഷോക്കേസിനൊന്നും അടപ്പൊന്നും വെക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഷോക്കേസിന് അടപ്പൊക്കെ വെക്കുമ്പോൾ അവിടെയൊക്കെ ഉഷാറാക്കി ഇതേപോലെ ഇങ്ങനത്തെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെക്കണം. ചിഞ്ചുമോൾക്ക് കിട്ടിയതുകൊണ്ട് കേട്ടോ അതുപോലെയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ. കുട്ടീൻ്റെ ഗിഫ്റ്റ് കേട്ടോ. അത് പിന്നെ പറയാതെ വെക്കാൻ വയ്യ. ഇതിപ്പോൾ എപ്പോഴാണ് കാട്ടിക്കൂട്ടിയതെന്ന് അതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓളെ ചെരുപ്പിൻ്റെ ഒരു ബോക്സ് ഇനി ആ ഒരു ബോക്സിൽ ഉള്ള കടലാസൊക്കെ കട്ട് ചെയ്തിട്ടിക്കണ്. പിന്നെ അതിൽ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടിക്കണ്. പിന്നെ ആ ഒരു പെട്ടിൻ്റെ മേലൊക്കെ കണ്ടങ്ങൾ മഞ്ചാടിക്കുരു പൂ എന്തൊക്കെയോ ഫ്ലവറൊക്കെ വെച്ചാണ്ട് ഒട്ടിച്ചതാട്ടോ. പിന്നെ ഗിൽറ്റ് പേപ്പർ വെച്ചിട്ട് ഒരു M ഒക്കെ എഴുതിയിട്ടുണ്ട്. മഞ്ജുമോളെ പേര് മിൻഹ എന്നാണ്. അപ്പോൾ ആ ഒരു മിൻഹൻ്റെ M ആവും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെയാണ് കൊടുത്തിക്കണത്. അപ്പോൾ മഞ്ജുമോൾ അതിൽ തപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. മിഠായിയൊക്കെ കുറച്ച് അധികം ഉണ്ട്. ഉറുപ്പ്യൻ്റെ മിഠായിയൊക്കെയാണെന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ മഞ്ജുമോൾ ഫ്രണ്ട്സ് വരുന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇനി. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കിയ ചോറും കൂട്ടാനുമാണ്. എന്നാലും കുറച്ചധികം അരിയൊക്കെ ഇട്ടിട്ടുണ്ടേനി ഞാൻ. അപ്പോൾ നമ്മളെ കൈമ റൈസ് വെച്ചിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ അവിടെ പിടിച്ച് നിർത്തി. ഓർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു. കൈമ റൈസ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് ഈ ഒരു അരിനെ കുറിച്ചിട്ട് ആദ്യം അറിയില്ലേനി. ഞാനങ്ങനെ ഇത് വാങ്ങിക്കലില്ലേനി. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ ഒരു ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആണല്ലോ. അതേപോലെ കിട്ടും ഈ ഒരു കൈമ റൈസ് കൊണ്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നെയ്ച്ചോറൊക്കെ ആയി. പിന്നെ അതേപോലെ നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുത്ത്, മഞ്ജുമോളൊപ്പം വന്ന കുട്ടികൾക്കും ഒക്കെ ചോറൊക്കെ കൊടുത്ത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചത്.
അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല, കുട്ടികളൊക്കെ വന്നപ്പോഴേ കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ സമയം വൈകി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടൂല. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഗതികേടുമാണ്. അപ്പോൾ ഇനി നാളെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാട്ടോ. ഇന്നലെ വരേണ്ട വീഡിയോ ആണിത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കഷ്ടപ്പെട്ടവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ നമുക്ക് നമ്മളെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നെയ്ച്ചോറൊക്കെ ടേസ്റ്റ് ഉണ്ടായിന്, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.